കിട്ടുന്ന ഒരു ക്രൗളർ തന്നെയാണ്. നമ്മൾ റൈറ്റ് സൈഡിലോട്ടാക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടും ഐസ് സ്പീഡ് ഗിയേഴ്സ് 2 ഗിയേഴ്സാണ് ഈ ഒരു ആർ സി വരുന്നത്. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി റേഞ്ച് റോവർ RC OB ഗ്രേഡിൽ വരുന്ന ഒരു കിഡിലൻ RC റേഞ്ച് റോവറിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏകദേശം 10,000 രൂപയോളം വില വരുന്ന ഒരു കിഡിലൻ RC കാറിനാണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ. അതും നമുക്ക് 1:12 റേഷ്യോയിലാണ് ഈ ഒരു RC കാർ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല റോക്ക് ക്രൗളർ ടൈപ്പിൽ വരുന്ന ഒരു കിഡിലൻ RC തന്നെയാണ് ഈ ഒരു ഐറ്റം വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അധികം ഒന്നും പറയാതെ നമ്മൾ നമ്മുടെ RC കാർ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ നമ്മുടെ പേജിലൂടെ പരിചയപ്പെടുന്ന ഏതൊരു പ്രൊഡക്റ്റും ഒരെണ്ണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു RC കാർ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു RC ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. നമ്മുടെ ബാക്കിൽ നമ്മൾ റേഷൻ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു എക്സാക്ട് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവർ റേഞ്ച് റോവർ 9070 എന്നാണ് ഒരു മോഡൽ. ആ ഒരു മോഡലിലാണ് ഈ ഒരു RC വരുന്നത്. നമുക്ക് എത്രത്തോളം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഈ RC എന്ത് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളൊരു RC ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ നമുക്ക് വരുന്നത് ഒരു കാറ്റലോഗിന്റെ ഒരു കവറാണ് വരുന്നത്. കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഈ ഒരു RCയുടെ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഫോക്കസ് ചെയ്ത് ഇതാണ് നമ്മുടെ കാറ്റലോഗ് വരുന്നത്. ലാൻഡ് റോവർ റേഞ്ച് റോവർ 9070 എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റലോഗിൽ ഫ്രണ്ടിൽ നമ്മുടെ RCയുടെ ഒരു ചിത്രം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിൽ നമ്മൾ റിമോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മൾ ബാറ്ററിന്റെ സെറ്റിംഗ്സും അതുപോലെ ബാറ്ററി നമ്മൾ ഇൻ ചെയ്യുന്ന ഓപ്ഷൻ ഇൻസ്റ്റാളേഷനും പിന്നെ ഓപ്പറേഷൻ ഗൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാറ്റലോഗിലുള്ളത് കേട്ടോ. മാത്രമല്ല നമുക്കിതൊരു മോഡിഫൈഡ് ടൈപ്പിലാണ് ഈ ഒരു RC വരുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് റെയിൽസ് ഹാൻഡ് റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാം, എങ്ങനെ നമുക്ക് ലൈറ്റും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഈ ഒരു നമ്മുടെ കാറ്റലോഗിൽ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സ്റ്റിക്കർ വർക്ക് നമുക്ക് ഇതിനോട് കൂടെ തന്നെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് ഈ ഒരു ടൈപ്പിൽ നമ്മൾ RCയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്റ്റിക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് മിറർ അതുപോലെ കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്, നമ്മൾ അറേഞ്ച് ചെയ്യണം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഇതാ നമ്മുടെ റേഞ്ച് റോവറിന്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് അതിന്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ മിററിൽ ഒട്ടിക്കാനുള്ള ഒരു ഇതും നമ്മുടെ ആൻഡ്രോയിഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു RCയിൽ വരുന്നത് കേട്ടോ. നമുക്ക് ഇതാണ് നമ്മുടെ ഒരു RC വരുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് RCയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കട്ടോ. വാ, ഇതാണ് നമ്മളൊരു RC വരുന്നത്. നല്ല ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു RC വരുന്നത്. പ്രൊപ്പോർഷണൽ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓയിൽ സസ്പെൻഷൻ ആട്ടോ ഈ ഒരു RC വരുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു RC വന്നിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നത് അത്യാവശ്യം ഡീറ്റെയിലിങ്ങിലാണ് ഈ ഒരു RC വരുന്നത് കേട്ടോ. നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ളത്, മോഡിഫിക്കേഷന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഓൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു RC. ഇതാണ് നമ്മുടെ ഒരു RCയുടെ റിമോട്ട് കൺട്രോൾ വരുന്നത്. നമ്മൾ ഈ ഒരു OB ഗ്രേഡ് RCയുടെ റിമോട്ട് കൺട്രോൾ വരുന്ന ഈ ഒരു ടൈപ്പിലാട്ടോ. നമുക്കിതിൽ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതാണ് വരുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് സ്റ്റിയറിംഗ് ഇതാണ് നമ്മളെ കാർ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ബോണറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു RCയുടെ ബാറ്ററി ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ RC ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ RCയിൽ. 2 ഗിയേഴ്സാണ് ഈ ഒരു RC വരുന്നത്. നമ്മുടെ ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അതുപോലെ നമുക്ക് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും ഈ ഒരു RCയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 0 ആണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടും. ഇതാണ് നമ്മൾ ഒരു സൈഡിലോട്ട് നമ്മളൊരു സൈഡിലോട്ട് നമ്മൾ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ആകുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ട് ആകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോട്ടും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഗിയേഴ്സ് വരുന്നുണ്ട്. സ്ലോ ഗിയറും അതേപോലെ തന്നെ ഹൈ സ്പീഡ് ഗിയേഴ്സ്. 2 ഗിയേഴ്സാണ് ഈ ഒരു RC വരുന്നത്. ഈ ഒരു RCയുടെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ബ്രേക്കിംഗ് ആണ് ഈ ഒരു RC വരുന്നത് കേട്ടോ.
നമ്മുടെ ആർ സി വരുന്നത് ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡിലാണ് വരുന്നത്. റോക്ക് ക്രൗളറാട്ടോ. നമുക്ക് ഏതൊരു ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഏതൊരു ഇത് നല്ല രീതിയിൽ കയറി പോകുന്ന ഒരു കിട്ടുന്ന ഒരു ക്രൗളറിനാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ഏതൊരു ടെറയിലും നമുക്ക് ഓടിക്കാനൊക്കെ പറ്റുന്ന, അതും നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിട്ടുന്ന ആർ സി ആണ് ഈ ഒരു ഐറ്റം വരുന്നത്. ഇതാണ് അത്യാവശ്യം നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ആർസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കുകൾക്ക് ഈ ഒരു ആർസിക്കാർ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ആർസിക്കാർ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോക്ക് 20K ലൈക്ക് തരുന്നത് അന്ന് നമ്മൾ ലൈവായിട്ട് കമന്റ് പിക്കർ വെച്ചിട്ട് നിങ്ങളെ എല്ലാവരും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഗിവയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കിഡിലൻ ആർസിക്കാർ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ ഗിവർ കൊണ്ടെടുക്കും.